നമ്മുടെ സൈജു കുറുപ്പിന്റെ ഈ വർഷം തിയേറ്റർ റിലീസിന് വന്ന 50 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച സിനിമയാണ് നമ്മുടെ മോഹിനിയാട്ടം എന്ന സിനിമ. ചിത്രം വലിയൊരു ബോക്സ് ഓഫീസ് വിജയം തന്നെ ആയിരുന്നു. എന്തായാലും പടത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്, അനൗൺസ്മെന്റ്. എന്തായാലും സൈജു ഗ്രൂപ്പ് നിർമ്മിക്കുന്ന ഭരതനാട്യം സിനിമയുടെ മൂന്നാം ഭാഗത്തിന് പേര് നൽകിയിരിക്കുന്നത് രസലീല എന്നാണ്. എന്തായാലും ഇപ്രാവശ്യം കോമഡി മാത്രമല്ല, ഹൊറർ കോമഡി ആയിട്ടാണ് സിനിമയുടെ ജനർ ഷിഫ്റ്റ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്രാവശ്യം വലിയൊരു ക്യാൻവാസിൽ തന്നെ ആയിരിക്കും സിനിമ നിർമ്മിക്കാൻ പോകുന്നത്. എന്തായാലും പടത്തിന്റെ റൈറ്ററും ഡയറക്ടറും നമ്മുടെ കൃഷ്ണദാസ് മുരളി തന്നെയാണ്. എന്തായാലും സിനിമ 2027 അല്ല 2028 പടം തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. കാത്തിരിക്കാൻ നമുക്ക് ചിത്രത്തിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ കരിക്കിന്റെ ഏറ്റവും പുതിയ സിനിമയുടെ തന്നെയാണ് ആദ്യ സിനിമ. എന്തായാലും പടത്തിന്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട്. ചിത്രത്തിന്റെ അടുത്ത ഷെഡ്യൂൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ന് കൊച്ചിയിൽ വെച്ചിട്ട്. എന്തായാലും 30 ദിവസം ഷൂട്ടിംഗ് ആണ്, അല്ലെങ്കിൽ 1 മാസം ഷൂട്ടിംഗ് ആണ് ഇപ്പൊ കംപ്ലീറ്റ് ആയത്. എന്തായാലും ഇനിയും 60ലധികം ദിവസത്തെ ഷൂട്ടിംഗ് ബാക്കി നിൽക്കുന്നുണ്ട് കരിക്കുന്ന സിനിമയുടെ. എന്തായാലും അനന്ത് എന്റർടൈൻമെന്റ്സും അതുപോലെ തന്നെ കരിക്ക് സ്റ്റുഡിയോസുമാണ് സിനിമ നിർമ്മിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ കരിക്കിന്റെ ഭാഗത്ത് വരുന്ന ആദ്യ സിനിമയ്ക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് ഒരു സിംഗിളിന്റെ ആണ്. നമ്മുടെ മകുടം എന്ന സിനിമയുടെ ഭാഗത്ത് നിന്ന് ആദ്യ ഗാനം പുറത്തു വന്നിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരത്തോടെ 7 മണിക്ക്. നമ്മുടെ വിശാല്, ദസറ വിജയൻ എന്നിവരൊക്കെയാണ് പടത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങള്. GV പ്രകാശാണ് ചിത്രത്തിൽ മ്യൂസിക് സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ വിശാലാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്, നമ്മുടെ തുപ്പരിവാൽ എന്ന സിനിമയുടെ 2ാം ഭാഗത്തിന്റെ ഡയറക്ടർ. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം ആദ്യവാരമാണ് തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. റിലീസ് ഡേറ്റ് ഇതുവരെയായിട്ടും പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ജൂലൈ മാസം 2ാം വാരമായിട്ട് റിലീസിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് നിവിൻ പോളിയുടെ 50ാമത്തെ സിനിമേന്റെയാണ്. ചിത്രത്തിന്റെ പേരും ടൈറ്റിൽ റിവ്യൂലും ലോഞ്ചും നടന്നിരിക്കുകയാണ്. ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ടീസർ പ്രൊമോ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് യൂട്യൂബില്. വിജയം എന്നാണ് നിവിൻ പോളിയുടെ 50ാമത്തെ സിനിമയ്ക്ക് പേര് നൽകിയത്. എന്തായാലും ഒരു സ്പെഷ്യൽ ടൈറ്റിൽ ലോഞ്ച് ഇവന്റ് നടന്നിട്ടുണ്ടായിരുന്നു സിനിമയുടെ ഭാഗത്ത്. എന്തായാലും മ്യൂസിക് നമ്മുടെ സ്റ്റീവ് ആണ് ചെയ്യുന്നത്. ഡെബ്യൂട്ട് ആയ ഒരു മ്യൂസിക് കമ്പോസർ ആണ്. ഡയറക്ഷൻ നമ്മുടെ അൽഫോൺസ് പുത്രനാണ്. നമ്മുടെ നേരം, പ്രേം എന്നീ സിനിമകൾക്ക് ശേഷം ഗംഭീരമായ ഒരു കോംബോ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരു ബൈക്കിനെ കുറിച്ച് ആസ്പദമാക്കിയിട്ടാണ് സിനിമ വരാൻ പോകുന്ന ഒരു ബൈക്ക് സ്റ്റണ്ടിങ് റേസറിന്റെ കഥയായിട്ട്. അടുത്ത അപ്ഡേറ്റ് വരവ് എന്ന സിനിമേന്റെയാണ്. നമ്മുടെ ജോർജ് ജോർജ് അഭിനയിച്ച് തിയേറ്റർ റിലീസിന് വരാനിരുന്ന സിനിമയായിരുന്നു നമ്മുടെ മെയ് മാസം 1-ാം തീയതി. പടം സ്കിപ്പ് അടിച്ച് അങ്ങനെ ലാസ്റ്റ് ജൂലൈ എത്തിയിരിക്കുകയാണ്. ജൂലൈ 16-ാം തീയതിയാണ് പടത്തിന്റെ പുതിയ റിലീസ് ഡേറ്റ്. ജോജു ജോർജ്, അർജുൻ അശോകൻ എന്നിവരാണ് പ്രധാന വേഷങ്ങൾ അഭിനയിക്കുന്നത്. സാം മെസ്സിയാണ് മ്യൂസിക്. ഷാജി കൈലാസ് ആണ് സിനിമയുടെ സംവിധായകൻ. ഒരു മാസ് കൊമേഴ്ഷ്യൽ സിനിമയാണ് വരവ് എന്ന സിനിമ. കാത്തിരിക്കാൻ നമുക്ക് ജൂലൈ 16-ാം തീയതി. നമ്മുടെ ബിജു മേനോൻ, ശ്രീനാഥ് ബാസി, ഗണപതി, അതുപോലെ തന്നെ നമ്മുടെ ഗ്രേസ് ആന്റണി, വിനയ് ഫോർട്ട്, അഖില ഭാർഗവൻ എന്നിവർ അഭിനയിച്ച ഏറ്റവും പുതിയ മലയാള സിനിമയാണ് അവറാച്ചൻ ആൻഡ് സൺസ്. പടത്തിന്റെ ഭാഗത്ത് സെക്കൻഡ് ലുക്ക് പോസ്റ്ററും അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു കോമഡി ഇന്റർടൈനർ സിനിമയാണ് നമ്മുടെ അവറാച്ചൻ ആൻഡ് സൺസ് എന്ന് പറഞ്ഞ സിനിമ. ഡയറക്ഷൻ തമ്പിയാണ്. പ്രൊഡക്ഷൻ ഹൗസ് നമ്മുടെ മാജിക് ഫ്രെയിംസ് ആണ്. എന്തായാലും ചിത്രം റിലീസ് ഉടൻ വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ജൂലൈ മാസമായിട്ട് കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. അടുത്ത അപ്ഡേറ്റ് ധ്യാൻ ശ്രീനിവാസന്റെ ഏറ്റവും പുതിയ സിനിമ അനൗൺസ്മെന്റ് തന്നെയാണ്. മിനി ആൻഡ് കൂപ്പർ ആണ് അദ്ദേഹത്തിന്റെ പുതിയ സിനിമ. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നിലവിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ ഒരു പട്ടിയെ പിടിച്ച് അല്ലെങ്കിൽ ഒരു നായ്ക്കുട്ടിയെ പിടിച്ച് നടക്കുന്ന ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെയാണ്, കോട്ടൊക്കെ ഇട്ടിട്ട്. പുറകിൽ ഒരു കാറും കാണാൻ സാധിക്കുന്നുണ്ട്. ഡയറക്ഷൻ നമ്മുടെ ജോമി കുര്യാക്കോസ് ആണ്. പ്രൊഡക്ഷൻ ഹൗസ് നമ്മുടെ റോൾഡ് തോമസ് ആണ്. എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് മിനി ആൻഡ് കൂപ്പർ എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് സൈജു കുറുപ്പിന്റെ പുതിയൊരു സിനിമയുടെ പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. സാക്ഷികൾ എന്നാണ് പേര് നൽകിയത്. ഡയറക്ഷൻ നമ്മുടെ PS അർജുൻ ആണ് ചെയ്യുന്നത്. സിനിമയിലെ സൈജു കുറുപ്പ്, അതുപോലെ തന്നെ അഭിമന്യു, അതുപോലെ തന്നെ ശീതൽ ജോസഫ്, അഭിരാം എന്നിവരൊക്കെയാണ് അഭിനയിക്കുന്നത്. നമ്മുടെ എന്തായാലും പടം നിർമ്മിക്കാൻ പോകുന്ന പുനിത്തിന്റെ അണ്ടറിലാണ് നമ്മുടെ റയാറ വെഞ്ചേഴ്സ്. എന്തായാലും കാത്തിരിക്കേണ്ട ചെയ്യാൻ നമുക്ക് നമ്മുടെ സൈജു ഗ്രൂപ്പിന് വരാൻ പോകുന്ന സാക്ഷികൾ എന്ന മലയാള സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ജയസൂര്യ നായകനായിട്ട് വരാൻ പോകുന്ന സിനിമയാണ് മായൻ എന്ന സിനിമ. ഒരു ബ്ലാക്ക് മാജിക്കൽ കഥയെ ആസ്പദമാക്കിയിട്ടാണ് വരാൻ പോകുന്നത്. നമ്മുടെ ജിതിൻ കെ ജോസ് ആണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. എന്തായാലും പടത്തിന്റെ ഷൂട്ടിംഗ് എന്ന് ആരംഭിക്കുമെന്ന് ക്ലിയർ ആയിട്ടുണ്ട്. പടത്തിന്റെ ഷൂട്ടിംഗ് ഓഗസ്റ്റ് മാസമാണ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഓഗസ്റ്റ് 12-ാം തീയതി മുതൽ. എന്തായാലും കേൾക്കാൻ സാധിക്കുന്ന പടത്തിന്റെ ഷൂട്ടിംഗ് എന്തായാലും ഓഗസ്റ്റ് 12 തന്നെ വരുമെന്നാണ് നമ്മുടെ പടത്തിന്റെ പ്രൊഡക്ഷൻ ഹൗസും കൺഫേം ആക്കിയിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് നമ്മുടെ ജയസൂര്യ, ജിതിൻ കെ ജോസിൽ വരാൻ പോകുന്ന മായൻ എന്ന സിനിമയ്ക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ലോ ആൻഡ് ഓർഡർ എന്ന സിനിമേന്റെ ഒരു അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ്. ഒരു പുതിയൊരു സിനിമയാണ്. നമ്മുടെ രഞ്ജിത്താണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. തിരക്കഥാകൃത്ത് രഞ്ജിത്തും ഉദയകൃഷ്ണയാണ്. സിനിമയിലെ പ്രകാശ് വർമ്മ നമ്മുടെ തുടരും സിനിമയിലെ, അതുപോലെ തന്നെ സിദ്ദിഖ്, അഭിരാമി എന്നിവരൊക്കെയാണ് അഭിനയിക്കുന്നത്.
അത് മാത്രമല്ല മമ്മൂക്കയും സിനിമയിൽ ഒരു സ്പെഷ്യൽ കേമിയോ റോളിൽ വരുന്നുണ്ട്. ഒരു സ്പെഷ്യൽ കേമിയോ അപ്പിയറൻസ്. എന്തായാലും കാത്തിരിങ്ങനെ ചെയ്യാം. നമുക്ക് നമ്മുടെ രഞ്ജിത്ത്, ഉദയകൃഷ്ണ തിരക്കഥയിൽ വരുന്ന രഞ്ജിത്ത്, സംവിധാനത്തിൽ വരുന്ന നമ്മുടെ ലോ ആൻഡ് ഓർഡർ എന്ന സിനിമേന്റെ ഭാഗം ഒരു ടൈറ്റിൽ പോസ്റ്റർ തന്നെയാണ് നിലവിൽ പുറത്തിറങ്ങിയത്. കാത്തിരിങ്ങനെ ചെയ്യാം നമുക്ക്. കൂടുതൽ സിനിമ വാർത്തകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ സുദീപ് ചാനൽ.